ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സരോജിനി വിളിച്ച് കാര്യങ്ങളൊക്കെ മാഷിനോട് പറയാണ്. മരം വീണ്ടിരിക്കുന്നു, ഡോറ് പൊളിഞ്ഞിരിക്കുന്നു, വെള്ളം അകത്തോട്ട് കയറിയിരുന്നു, എന്ത് ചെയ്യും മാഷേ, ഞാൻ എല്ലാം കൂടി എന്ത് ചെയ്യാനാണ് എന്ന് പറയുമ്പോൾ, ഒരു പണി ചെയ്യാം, ഞാൻ എന്തായാലും രഘുവിനെയും അമ്പിളിയെയും അങ്ങോട്ടേക്ക് വിടാം, എന്തായാലും നീ ഒരു ബംഗാളിയെ വിളിച്ച് ബാക്ക് വശത്തിൽ നിന്ന് ആ മരം മാറ്റാൻ നോക്ക്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ തെക്കയിലെ സുധനുണ്ടല്ലോ, അവന് ആ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അവനെ ആശാരിപ്പണി ഇപ്പോൾ വീട്ടിലാണ് ചെയ്യുന്നത്, അവനെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം, അവൻ വീട്ടിൽ വന്ന് ഡോറ് ശരിയാക്കിക്കോളൂ. എന്തായാലും പണിക്കാർക്ക് കൂലി കൊടുക്കുമ്പോഴേക്കും അമ്പിളിയൊരുക്കും അവിടെ എത്തിയിരിക്കും എന്ന് പറയുമ്പോൾ സരോജിനിക്ക് സമാധാനമാവാൻ. അങ്ങനെ സരോജിനി പറയാണ്, എന്നാൽ ശരി മാഷേ, ഞാൻ ടൗണിൽ പോയി ബംഗാളിയെ വിളിക്കട്ടെ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു കേട്ടോ. പിന്നീട് അനുപമയോട് കാര്യങ്ങൾ പറയാണ്. എന്തായാലും ബാക്ക് വശത്തെ അല്ലേ വീണിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഡോർ അടക്കാതിരിക്കാൻ പറ്റില്ല, മഴ പെയ്താൽ വെള്ളം ഉള്ളിലാവും, അതുകൊണ്ട് തന്നെ അമ്പിളി രഘുവും പോട്ടെ എന്ന് പറയുമ്പോൾ, ആ ചീരു പറഞ്ഞിരുന്നു പഞ്ചരത്നത്തിലോട്ട് അവളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണമെന്ന്, അവൾക്ക് അവളുടെ കുഞ്ഞുങ്ങളെ പഞ്ചരത്നത്തിൽ നിർത്തുന്നതാണ് ഇഷ്ടമെന്ന്. അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു കാരണമുണ്ടാവും. അപ്പോൾ അനുഭവം പറയാം, എനിക്ക് തോന്നി, കാരണം അവൾ മനസ്സിൽ എന്തൊക്കെയോ വെക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അടങ്ങട്ടെ, അതിനുശേഷം അവളോട് ചോദിക്കുക എന്ന് കരുതിയാണ് ഞാനൊന്നും മിണ്ടാതെ പോകുന്നത് എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അങ്ങനെ മക്കൾ അവിടെ നിൽക്കുന്നത് അവൾക്ക് അവിടെയാണ് ഇഷ്ടമെങ്കിൽ അവിടെ ആയിക്കോട്ടെ. എന്തായാലും ലച്ചുവും ഈ പറയുന്ന ആർച്ചയും ഭദ്രയും ഒരുമിച്ചാണല്ലോ, ലച്ചു ആണല്ലോ അവരൊക്കെ നോക്കുന്നത് എന്നും പറയുന്നു കേട്ടോ. അപ്പോഴാണ് വിനയൻ വരുന്നത്. വളരെ സന്തോഷവാനായി വിനയൻ ഇങ്ങനെ ഓടി വരുന്നത് കാണുമ്പോൾ അനുഭവം പറയാണ്, വിനയനാണ് വരുന്നത്. ആ വിനയ, എന്താ ഈ വഴിക്ക്, മക്കൾ ഇവിടെ ആയല്ലോ. ഇന്നലെ രാത്രി മക്കൾ അവിടെ നിന്നും പോകുന്നതിന് ശേഷം ആ വീട് വല്ലാതെ അങ്ങ് ഉറങ്ങിയതുപോലെയായി, വീട്ടിൽ ആരുമില്ലാത്തതുപോലെ. അതൊക്കെ കേൾക്കുന്ന മാഷിന് അത്ര അങ്ങ് പിടിക്കുന്നില്ല. അത്ര വല്ല സുഖിപ്പിക്കുന്ന വാക്കൊന്നും പറയാൻ വിനയനെ കൊണ്ട് പറ്റില്ല എന്നും മാഷിന് മനസ്സിലായി. അഭിനയമാണെന്ന് മാഷിനും തുടരുന്നുണ്ട്. അങ്ങനെ മാഷ് കണ്ണിട്ട് നോക്കുന്നുണ്ട്. ഈ സമയം വിനയം പറയണേ, എന്തായാലും മക്കളെ ഇവിടെ നിൽക്കട്ടെ, ചീരുവിൻ്റെ ഇഷ്ടം എന്താണെങ്കിൽ അതായിക്കോട്ടെ, അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല, ഞാൻ എൻ്റെ മക്കളെ ഇവിടെ വന്ന് കണ്ടോളാം, അമ്മക്കും ഈ പറയുന്ന അമ്മാവനും അങ്ങോട്ടേക്കൊക്കെ പോവാലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അതിന് ഇനി മക്കൾ ഇവിടെ അല്ല എന്നാ പറഞ്ഞത് വിനയാ, പിന്നെ എവിടെ, അവർ പഞ്ചരത്നത്തിലോട്ട് പറഞ്ഞേക്കുക ആണോ? ആ അങ്ങനെ ചീരു പറഞ്ഞു. അതെ, ചീരു അങ്ങനെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ സമയം വിനയന് അതും പ്രശ്നമില്ലാതെ വിനയം പറയണം, അത് കുഴപ്പമില്ല, ചീരുവിൻ്റെ ഇഷ്ടം എവിടെയാണെങ്കിൽ അവിടെ ആവട്ടെ, ഇന്ന് കാർ സൗകര്യമൊക്കെ ഉള്ളതല്ലേ, വണ്ടി വാഹനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് പോയി വരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുട്ടോ. അപ്പോൾ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെ അങ്ങ് ആവുകയാണ് വിനയന്. എൻ്റെ മക്കളെവിടെ, ഞാനൊന്ന് പോയി കാണട്ടെ എന്നും പറഞ്ഞ് ആർച്ചയുടെയും ഭദ്രയുടെയും അടുത്തോട്ട് ഓടിച്ചെല്ലാടേട്ടാ. ഈ സമയം അനുപമയും മാഷും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കേട്ടോ. അത്രേ കാണിക്കുന്നുള്ളൂ. പിന്നീടാണെങ്കിൽ സുശീലയാണ് കാണിക്കുന്നത്. അമ്പലത്തിൽ വന്നിരിക്കുകയാണ് സുശീല. അപ്പോൾ ഇപ്പുറത്താണെങ്കിൽ മന്ദാകിനിയും ഹേമന്തും ഇങ്ങനെ അമ്പലം നടയിൽ നിന്ന് ഇറങ്ങുകയാണ്. ആ സമയം സുശീല ശ്രദ്ധിക്കുന്നില്ല. സുശീലയെ കണ്ട ഉടൻ തന്നെ മന്ദാകിനി, സുശീലെ, നിന്നോട് എനിക്ക് പിണക്കമൊന്നുമില്ല, കാര്യം നിന്നോട് അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ ഇപ്പം നിന്നോട് എനിക്ക് വിരോധമൊന്നുമില്ല സുശീലെ, അതിന് നിങ്ങളോട് എനിക്ക് പിണക്കമുണ്ടല്ലോ, കാരണം നിങ്ങൾ എൻ്റെ മകനോട് അങ്ങനെയാണല്ലോ ചെയ്തു കൂട്ടിയത്. അതൊക്കെ ശരി തന്നെ സുശീലെ, നിൻ്റെ വാക്കുകളെല്ലാം ശരിയാണ്, നിൻ്റെ നാക്കിൽ നിന്ന് പോകുന്ന വാക്കുകൾ എത്ര കറക്റ്റാണ്. ഇന്നിപ്പോൾ ഇന്ദുവിൻ്റെ ജീവിതം തകർന്നിരിക്കുന്നു. ഇന്ദുവിനെ ആ ചെറുക്കനില്ലേ രാഹുൽ, അവർ വേറെ പെണ്ണിനെ സ്നേഹിച്ചെന്ന ആ പെണ്ണിന് ഗർഭിണിയാണെന്ന് അങ്ങനെ എന്തൊക്കെ പറഞ്ഞു കേൾക്കുന്നു. എന്തായാലും അവരുടെ ബന്ധം തകർന്നു. അത് കേൾക്കുന്ന ഹേമന്ത് പറയാ, തകർന്നു എന്നല്ല, തകർന്നിരിക്കുന്നു, തകർന്നു പോയി എന്ന് തന്നെ പറ അമ്മായി. അപ്പോൾ ഉടൻ തന്നെ അവിടെ മന്ദാകിനി പറയുന്നത് ശരിയാണ്, എന്തായാലും തകർന്നു. കാര്യം ആ പെണ്ണ് രണ്ടാം കെട്ടുകാരിയാണ്. കാരണം ഒരു ചെറുക്കൻ്റെ കൂടെ ഒരു റൂമിൽ താമസിക്കുകയൊക്കെ ചെയ്ത് രണ്ടാം കെട്ട് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ സച്ചിയുടെ കുടുംബത്തിന് വന്നിരിക്കുന്ന ഈ ചീത്തപ്പേരുണ്ടല്ലോ, ഈ നാറ്റക്കേസ് ഉണ്ടല്ലോ, അത് ഞങ്ങൾ മാറ്റിക്കൊടുക്കും. എങ്ങനെയെന്ന് സുശീല ചോദിക്കുമ്പോൾ എൻ്റെ മകനെ ഇന്ദുവിനെ ആലോചിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സുശീല പറയണേ, ദേ ഹേമന്തേ, നിൻ്റെ അമ്മ പണം കണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് നീ ഓർത്തോ ഹേമന്തേ, കാര്യം രണ്ടാം കെട്ടുകാരിയാണ്, ഒരു റൂമിൽ ഒരുമിച്ച് കിടന്നതാണെന്ന് നിൻ്റെ അമ്മ തന്നെ പറയുന്നു. അപ്പം രണ്ടാം കെട്ട് തന്നെ, പിന്നെ ഇല്ല, ബന്ധമില്ല എന്ന് അവിടെ ഹേമന്ത് പറയണം. അവർ തമ്മിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്ന് പറയുന്നു. അത് കേൾക്കുന്ന സുശീല പറയണ, ഹേമന്തേ, അതൊക്കെ നിൻ്റെ അമ്മ നിന്നെ വിശ്വസിപ്പിക്കുന്നതാണ്, അതിലൊന്നും യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് പറഞ്ഞിട്ട് ഹേമന്തിൻ്റെ മനസ്സിലാക്കാൻ നോക്കുമ്പോൾ മന്ദാകിനി പറയാണ്, സുശീലെ, എന്തിനാണ് നീ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അവൻ്റെ മനസ്സിലാക്കേണ്ട, പിന്നെ ഞാൻ എന്ത് ചെയ്യണം, നിങ്ങൾ കാട്ടിയിരുന്നത് എന്തായിരുന്നു, എൻ്റെ മകൻ്റെ ബന്ധം തകരാനുള്ള കാരണക്കാരി നിങ്ങൾ ഒക്കെയാണല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള വ്യാമോഹമായി തന്നെ വെച്ചേക്കും, ഒരിക്കലും എൻ്റെ മകനെ കല്യാണം നടക്കാത്ത ഇന്ദുവിനെ നിങ്ങളുടെ മകനും കെട്ടില്ല എന്ന് പറയാനേട്ടോ.
അങ്ങനെ സുശീലയും മന്ദാകിനി പെട്ടെന്ന് സുശീലയുടെ മുന്നിൽ നിന്ന് ഹേമന്തിനെ കൊണ്ടുപോവാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ സച്ചിയുടെ കുടുംബത്തെയാണ് കാണിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഇന്ദുവും ഗോകുലും സാവിത്രി ഒക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സച്ചിയും ഉണ്ട്. അപ്പോൾ ഉടൻ തന്നെ അല്ല സച്ചി നീ എന്താ വിചാരിച്ചിരിക്കുന്നു? ഞാനെന്ത് വിചാരിച്ചിരിക്കുന്നു എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മന്ദാകിനി പറയും നമ്മുടെ ഇന്ദുമോളുടെ കാര്യം. അവൾക്ക് എന്ത് കാര്യം? അല്ല അവളുടെ വിവാഹം എന്തായാലും വേണ്ടെന്ന് വെച്ചു. രാഹുലുമായുള്ള ബന്ധം ഇനി തുടരുന്നില്ലെന്നും പറഞ്ഞു. പക്ഷെ നമുക്ക് കണക്ക് വരവുകളൊക്കെ ഒന്ന് വരവ് വെക്കുന്നത് നല്ലതല്ലേ? എന്ത് കണക്ക് വരവ്? അവൾക്ക് കൊടുത്തതും അതാക്കിയതും ഒക്കെ ഒന്ന് പറഞ്ഞ് ഈ ബന്ധം പെട്ടെന്ന് അങ്ങ് ഒഴിവാക്കിയല്ലേ നല്ലത്. നിയമപരമായി പോയി കഴിഞ്ഞാൽ ഒരുപാട് മാസങ്ങളും ദിവസങ്ങളും എടുക്കും. ആ നേരത്തെ പറഞ്ഞു വെച്ച് പിരിയുകയാണെങ്കിൽ അതിലൊരു അർത്ഥമുണ്ട്. അത് പറയാനായിട്ട് അത് കേട്ട സച്ചി ചോദിക്കുക എന്തിനത്ര ധൃതി പിടിക്കുന്നത്? ധൃതി പിടിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യം എന്താ? അത് കേട്ട ഉടനെ തന്നെ മതകന് പറയാണ് കാര്യം പറയുകയാണെങ്കിൽ ഇവളൊരു രണ്ടാം കെട്ടുകാരിയാണ്. രണ്ടാം കെട്ടുകാരി തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ മകൻ ഇപ്പോൾ ഇരിപ്പുണ്ട്. ഇവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇവന് താല്പര്യമുണ്ട് നിന്റെ മകളെ കല്യാണം കഴിക്കാം. അത് കേൾക്കുന്ന ഇന്ദുവിനും മറ്റുള്ളവർക്കൊക്കെ ദേഷ്യം പിടിക്കുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ അവിടെ ഹേമന്ത് പറയാണ് ഇന്ദു രണ്ടാം കെട്ടുകാരിയാണല്ലോ, എങ്കിലും ഞാൻ അവളെ സ്വീകരിക്കാൻ തയ്യാറായത് ഇന്ദു രാഹുലുമായി ഒരു റൂമിൽ അവർ താമസിച്ചു എന്നുള്ളത് സത്യം തന്നെ. അവർ തമ്മിൽ ഒരു ജീവിതം ഉണ്ടായിട്ടില്ല, അവർ തമ്മിൽ അങ്ങനെ ഒരു ഇത് നടന്നിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇന്ദുവിന് തന്നെ ഒരു നാണക്കേട് തോന്നാണ് കേട്ടോ. അപ്പോൾ ഈ സമയം അവിടെ ദേഷ്യം പിടിക്കാൻ എന്താ നിങ്ങൾ ഈ പറയുന്നത് എന്നിങ്ങനെ സാവിത്രി ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ സമയമാണ് ഇതൊക്കെ സംസാരിക്കേണ്ടത്. അപ്പോൾ ഉടൻ തന്നെ അല്ല ഞങ്ങൾ കാര്യമുള്ളത് പറഞ്ഞതാണ്, മറ്റുള്ളവർ അറിയുന്നതിന് മുന്നേ ഇന്ദുവിനെ വേറെ കല്യാണം കഴിപ്പിക്കല്ലേ നല്ലത് എന്ന് പറയുമ്പോൾ ഇന്ദു പറയണേ അച്ഛാ എനിക്കൊരു തീരുമാനമുണ്ട് എന്ന് പറയാം. അപ്പോഴേക്കും സാവിത്രി പറയണം മോളെ നീ ഭക്ഷണം കഴിക്കുക, ഭക്ഷണം എനിക്ക് വേണ്ട, വയറ് നിറഞ്ഞിരിക്കുന്നു, എൻ്റെ തീരുമാനം ഇനി മറ്റാരുമായി വിവാഹം കഴിക്കാൻ ഞാൻ താല്പര്യമില്ല, അങ്ങനെ ഒരു വിവാഹം എനിക്ക് മുന്നിൽ നിങ്ങൾ നീട്ടിക്കഴിഞ്ഞാൽ പിന്നെ മരിക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇന്ദു അങ്ങ് പോവാനേട്ടാ. ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഗോകുലിന് ദേഷ്യം പിടിച്ച് ഗോകുൽ പറയണേ എടോ ഇതൊക്കെ ഒരു സമയം സന്ദർഭം നോക്കി സംസാരിക്കേണ്ട കാര്യമാണ്, ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടോ ഹേമന്ത്, കഷ്ടമുണ്ട് നിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ സച്ചി പറയണം എൻ്റെ മകളുടെ ജീവിതം എങ്ങനെ ഇരിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങളിതിൽ തീരുമാനിക്കേണ്ട. അപ്പം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ മകളുടെ വിവാഹം നടത്താനാണോ? അതിന് നിങ്ങൾ എന്തായാലും മുന്നോട്ട് ഇറങ്ങണ്ട. എൻ്റെ മകൾക്ക് ജീവിതം വേണോ വേണ്ടോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറയാൻ കേട്ടോ. പിന്നീടാണെങ്കിലോ ഇന്ദ്രനെയാണ് കാണിക്കുന്നത്. ഇന്ദ്രൻ ഇങ്ങനെ ദാസിൻ്റെ അടുത്ത് ചെന്നിരിക്കുകയാണ്. ഡിവേഴ്സ് നോട്ടീസുമായി ചെന്നിരിക്കുകയാണ്. ഡിവേഴ്സ് നോട്ടീസ് കാണുന്ന ദാസ് പറയാണ് ഇതിപ്പോൾ എന്താ അത്ര പറയാനുള്ളത്, നിനക്ക് അനുപമേ വേണ്ടല്ലോ, അത് എനിക്ക് പറയാനുണ്ട്. എന്ത് നിനക്ക് പറയാനുണ്ട്? ഈ ഡിവേഴ്സ് ലെറ്റർ ഞാൻ എന്തായാലും നിയമപരമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടുപേരും നാളത്തെ ഉള്ളൂ. അതെന്താ ഇന്ദ്ര നീ അങ്ങനെ പറയുന്നത്? എനിക്ക് വേണമെങ്കിൽ ഒരു എതിർഭാഗം വക്കീലിനെ വെക്കാം, പക്ഷേ ഞാൻ വെച്ചാലും അനുപമയെ ഞാൻ വിട്ടുകൊടുക്കില്ല. അത് കേൾക്കുന്ന സച്ചി ചോദിക്കുക നീ എന്ത് സംസാരമാണ് സംസാരിക്കുന്നത്? നിന്റെ കുടുംബജീവിതം തകർത്തത് ആരാണെന്ന് നിനക്കറിയില്ല, പിന്നെ എന്തിനാ നീ വെറുതെ ഇങ്ങനെ സംസാരിക്കുന്നത്? നീ തന്നെയല്ലേ നിന്റെ കുടുംബജീവിതം തകർത്തത്. ഈ ഡിവേഴ്സ് നോട്ടീസ് എത്തുന്നത് വരെ നീ കാത്തിരിക്കണമായിരുന്നോ? അതെ എനിക്ക് കുറ്റബോധമുണ്ട്. ഒരിക്കലും ഞാൻ അനുപമയെ വിട്ടുകളയെന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെ നീ ചെയ്ത പ്രവൃത്തി എന്താണ്? ഒരു തവണ നീ അനുപമയെ വിട്ടുകളഞ്ഞ് ഞാൻ നോക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് നീ വീണ്ടും കൊണ്ടുവന്ന് നീ ഹർഷയുടെയും നിന്റെ അമ്മയുടെയും വാക്കുകൾ കേട്ട് നീ അവിടെ നിന്ന് അടിച്ചിറക്കിയില്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അതിന് അവൾ എൻ്റെ അമ്മയെ അടിച്ചില്ലേ? ഈ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ അനുപമയെ ആഗ്രഹിക്കുന്നത്? അല്ല അവൾ എൻ്റെ അമ്മയെ അടിച്ചു എന്നുള്ളത് സത്യം തന്നെയല്ലേ? അടിക്കാനുള്ള സന്ദർഭവും സാഹചര്യം എങ്ങനെയാണെന്ന് നീ അന്വേഷിച്ചില്ലേ? അപ്പോൾ ഉടൻ തന്നെ അത് അടിച്ചത് സത്യമാണല്ലോ, എങ്കിൽ നിനക്ക് എന്തിനാണ് ഇനി അനുപമ അതുകൊണ്ടായിരിക്കാം നിന്നെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവുക. കാരണം പല തവണകളായി നീ നിന്റെ അമ്മയ്ക്ക് വേണ്ടി അനുപമയെ കൈ ഒഴുകിയാണ്. അവളൊരു പെണ്ണാണ്, അതുകൊണ്ട് അവളൊരു തീരുമാനം എടുത്തു. ഇത് എന്നോടല്ല സംസാരിക്കേണ്ടത്, നീ എന്തായാലും എതിർഭാഗം വക്കീലിനെ വെച്ച് സംസാരിച്ചോളൂ. എതിർഭാഗം വക്കീലിനെ വെച്ച് സംസാരിച്ച നാണം കെടുത്തേ ഉള്ളൂ, ഞാൻ ഒരിക്കലും ഡിവേഴ്സ് കൊടുക്കില്ല. അത് കേൾക്കുന്ന ദാസ് പറയാം എന്നാൽ നേരിട്ട് അവളോട് കാര്യങ്ങൾ പറ, അവളോട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഇതിനൊരു തീരുമാനമാകും. അല്ലാതെ ഇതിലൊന്നും എനിക്കൊരു ഇടപെടാൻ പറ്റില്ല. കാരണം അനുപമയെ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അവളോട് പറയാം, അവൾ എന്താ തീരുമാനം എടുക്കുന്നത് അതിനാവട്ടെ. ഏതൊരു പെണ്ണും കാര്യം എന്ന് പറഞ്ഞാലും എത്ര വെച്ചിട്ടാ സഹിക്കുക. അമ്മയ്ക്ക് വേണ്ടി പല ത്യാഗങ്ങളും ചില പെണ്ണുങ്ങൾ സഹിക്കും, ചില പെണ്ണുങ്ങളല്ല എല്ലാ പെണ്ണുങ്ങളും സഹിക്കും. പക്ഷേ ഇത് എത്രത്തോളം ഭാര്യയെ തള്ളിക്കളയുന്നു. നീ ഒരാണാണെങ്കിൽ നീ ഇങ്ങനെ ചെയ്യാൻ പാടും. അതിനുള്ള സാഹചര്യം എന്താ നീ അന്വേഷിച്ചോ? ഒന്നുമില്ലാതെ നീ അവളങ്ങ് ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ അവളെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്ര അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയട്ടോ. അപ്പോൾ ഇന്ദ്രന് വളരെ നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങാണ്. പിന്നീട് കാണിക്കുന്നത് ധനജനെയാണ്. ധനനും തൻ്റെ ഭാര്യ വാസന്തിയുമായി ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പേപ്പർ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഇന്നെന്താ ചായ കാണുന്നില്ലല്ലോ, അടുക്കളയിൽ അവരുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം വാസന്തിയോട്. അപ്പോഴാണ് രാമനാഥൻ വരുന്നത്. ഈ പേപ്പർ കാട്ടിയേരി. അയ്യോ അച്ഛൻ ഞാൻ വായിച്ചില്ല, വേണമെങ്കിൽ വായിച്ചാൽ മതി, ഇങ്ങ് തായോ എന്നും പറഞ്ഞ് രാമനാഥൻ പേപ്പർ വാങ്ങി അങ്ങ് പോകുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ
എന്താ ഇന്ന് ചായക്ക് ഇത്ര ലേറ്റ് ആവുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് ധനജൻ പിള്ള. അത് പറയുമ്പോൾ വാസന്തി അത് ശരിയാണല്ലോ, അനിത എണീറ്റില്ല, ഇതൊക്കെ ഉണ്ട് അവിടെ, പക്ഷെ ചായ വരുന്നില്ല എന്ന് പറയുന്നു. പിന്നീടാണെങ്കിലോ അനിത വന്നിട്ട് ദയോട് പറയണം, അനിത നീയല്ല അച്ഛനും ചായ കൊണ്ടു കൊടുക്കുന്നു പറഞ്ഞ. അതെ, അച്ഛനും ശബരിയേട്ടനും മാത്രം, അനിതേച്ചി ഇവിടെ നിന്ന് കുടിക്കുക, എനിക്കുള്ള ചായയെ ഞാൻ കൊണ്ടുപോകും. അപ്പോൾ വാസന്തേച്ചിക്ക് ഫ്ലാസ്കിൽ ചായ ഒഴിച്ചു വെച്ചോളൂ, അപ്പം ഞാൻ കൊണ്ടു കൊടുക്കട്ടെ. അത് വേണ്ട എന്ന് അനിതേച്ചിയോട് ഞാൻ പറഞ്ഞു, അവർക്ക് കൈയുണ്ടല്ലോ, ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ചായ കൊടുക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ, അപ്പോൾ അവർ വന്ന് എടുക്കട്ടെ എന്ന് പറയണേട്ടാ. ഇതേ സമയം ധനനാണെങ്കിലോ ഞാൻ പോയി നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വാസന്തി പറയുന്നത് ഞാനും പോയി നോക്കട്ടെ, ഇനിയിപ്പോൾ ദയ ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ ചായ തരാത്തത് എന്ന് വാസന്തിയോട് ധനൻ പറയുമ്പോൾ അങ്ങനെ നാവില്ല എന്ന് പറയുമ്പോൾ ദയ കാണാൻ ചായയുമായി വരുന്നേട്ടാ. ദയ ചായ അങ്ങ് തായോ എന്ന് പറയുമ്പോൾ ദയ മൈൻഡ് ചെയ്യാതെ ഒരൊറ്റ പോക്ക് രാമനാഥൻ്റെ അരികിലോട്ട് പോവാളിട്ടാ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.